വേണ്ടത് തൊലി കഴിഞ്ഞൊരു ബനാന, കാഷ്യൂ നട്ട്സ്, ഒരു പിച്ചാത്തി. പിന്നെ നിങ്ങൾ പാരന്റ്സിന്റെ ഒക്കെ കൂടെ ചെയ്യാവും കേട്ടോ. പിന്നെ അമ്മ ഇപ്പൊ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്മാഷ് ചെയ്യാനുള്ള സാധനം കാഷ്യൂ നട്ട്. പിന്നെ ഒരു പാത്രം ഇതിലിട്ട് സ്മാഷ് ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ബനാന ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ വലിയ പീസായിട്ട് അരിയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ ഇങ്ങനെ വെച്ച് അരിയാൻ പാടായതുകൊണ്ടാ ഇങ്ങനെ അരിയുന്നത്. ഇനി ഇങ്ങനെ അറിയാം. ഞാൻ ഈ കത്തി പോലത്തെ സാധനം ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് പാടായിരിക്കും ഇങ്ങനെ ഇളകിയൊക്കെ വരാൻ. ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. അപ്പൊ ഇപ്പൊ ഏകദേശമൊക്കെ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട് പൊടിക്കാം. ഇപ്പൊ നമ്മള് എത്ര കാഷ്യൂ നട്ട് എടുക്കണമെന്ന് നോക്കാം. ഞാനിപ്പോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്ര എടുക്കാം. ഞാനിപ്പോ ഇവിടെ നിന്ന് 5 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ടിടാം. എന്റെ കയ്യിൽ സ്മാഷ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. ഫെസ്റ്റിവൽ നടക്കും, എല്ലാ വർഷവും നടക്കുന്ന ഫെസ്റ്റിവലാണ്. അവിടുന്ന് സ്മാഷർ മേടിക്കരുത്, കാരണം അവിടുന്ന് മേടിച്ച സ്മാഷറാണ് അത് മൊത്തം പൊട്ടി പൊളിഞ്ഞ് പാളീസായി. നിങ്ങൾ ദേവി അവിടുന്ന് മേടിക്കരുത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും ഇത്രയും ചെറുതായിട്ടൊക്കെ ക്വാളിറ്റി കിട്ടും. ഇത് വാങ്ങിച്ച് 2ാം ദിവസം തന്നെ അത് പോയി. അപ്പൊ നമ്മുടെ കട്ട് ചെയ്ത് ബനാന എടുത്ത് സ്മാഷ് ചെയ്ത നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. സ്മാഷ് ചെയ്ത കാഷ്യൂ നട്ട് പിന്നെ മുകളിലോട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. നല്ലപോലെ അമർത്തി കൊടുക്കാം. നല്ലപോലെ അമർത്തണം കേട്ടോ. കണ്ടില്ലേ, ഇത് ഈ ഒരു പരിവാക്കി എടുക്കണം. ഇത്രയും ഇങ്ങനെ ഇതിനെക്കാട്ടും നിങ്ങൾക്ക് പൊടിക്കാം. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ പൊടിച്ച് കാണിച്ചു തരാം. ഇത്രയെങ്കിലും ആക്കി എടുക്കണം കേട്ടോ, അല്ലാതെ ഒരു പൊടിയാന്ന് ആരും പറയത്തില്ല. താഴെ വീഴലായിരുന്നു. അപ്പൊ നമ്മുടെ 1ാമത്തേത് കഴിഞ്ഞു. ഇനി 2ാമത്തേത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇത് നിങ്ങൾ കൊച്ചു പിള്ളേരാണെങ്കിൽ ശാസ്ത്രമേളൊക്കെ ഇല്ലേ? ഞാൻ ഇന്ന് ശാസ്ത്രമേളയ്ക്ക് പോയിട്ട് വന്നപ്പോ പപ്സ് എടുത്തു. പപ്സിനകത്ത് മൊത്തം ഉറുമ്പ്. ചായ എടുത്തു. ചായ പാല് കാച്ചി വെച്ചപ്പോഴത്തേനും ചായ മൊത്തം കളഞ്ഞു കുഞ്ഞുങ്ങൾ വളിച്ചു പോയി. അപ്പൊ ചായ എടുത്തോണ്ട് കളഞ്ഞു. എന്നിട്ട് എനിക്ക് ആകെ രക്ഷിക്കാൻ പറ്റിയത് മുട്ട പപ്സിനകത്തെ മുട്ടയെ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശന്ന് കുടന് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ മാജിക് പോട്ട് എടുത്ത് നോക്കിയപ്പോ ബനാന വെച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതല്ലേ ഇത്, അതിന് ഓരോ ഗോതമ്പ്, അരി, റവ അതൊക്കെ വേണം. ഓരോണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇങ്ങോട്ട് വന്നേ അമ്മ, എനിക്കൊരു ഐഡിയ കിട്ടിയമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കമ്മേ, യൂട്യൂബിനകത്തിടാം. അതെ, ഇപ്പൊ ഏകദേശമൊക്കെ ആവുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ആവുന്നുണ്ട്.
കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇതൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ചുമ്മാ വിതറി കൊടുക്കാം. സൈഡിലൊക്കെ കുറേ ഇടാം. ഓക്കെ, ഇപ്പം ഞാൻ തിന്നത് കാഷ്നട്ട്സ് ഇടാത്ത ഏത്തക്കയാണ്. നമുക്ക് ഈ കാഷ്നട്ട്സ് ഒക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി എടുക്കാം. ഇതൊന്ന് കഴിച്ച് നോക്കാം. വേണോ? പറ്റത്തില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.